ഈ ആയുർവേദത്തിൽ പഞ്ചകർമ്മയിൽ ഈ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ആയുർവേദ എന്ന് പറയുന്നത് പഞ്ചകർമ്മം മാത്രമാണ് എന്ന് വരെ വിശ്വസിക്കുന്ന കാലമാണ്. ശരിക്കും ആയുർവേദം അങ്ങനെയൊന്നുമല്ല, ഇതിന്റെ ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. ഈ പഞ്ചകർമ്മയിൽ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ആദ്യമായി പറയുന്ന അഭ്യംഗമാണെങ്കിൽ പഞ്ചകർമ്മയുടെ പൂർവ്വകർമ്മങ്ങളാണ് ഈ പറയുന്ന ഒട്ടേറെ പ്രധാന കർമ്മങ്ങൾ വരാത്തതാണ് പലതും. പഞ്ചകർമ്മ എന്ന് പറയുന്നതിനകത്ത് പെടാത്ത പൂർവ്വകർമ്മങ്ങളാണ് നമ്മളിപ്പോൾ കിഴിയോ ഈ പറഞ്ഞ പോലെ മസാജസോ പൊടി തിരുമലോ അങ്ങനെയൊക്കെ പറഞ്ഞ പൂർവ്വകർമ്മങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്. അതിലൊക്കെ തന്നെ ഈ അഭ്യംഗം ഉണ്ട്. അഭ്യംഗം എന്ന് പറയുന്നത് എണ്ണതേപ്പാണ്. എണ്ണതേപ്പ് നമുക്കൊരു ക്ലിനിക്കിൽ ചെന്ന് നമുക്ക് കോസ്മെറ്റിക് ഓയിൽസ് ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പർ ഓരോ സ്കിൻ ടൈപ്പ്, കഫപ്രകൃതിയിലുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഓയിൽ ആയിരിക്കത്തില്ല, വാദപ്രകൃതിയിലുള്ളവർക്ക് അത് ആയിരിക്കത്തില്ല, പിത്തപ്രകൃതി. അപ്പോൾ അവർക്ക് അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ ഇട്ടിട്ടുള്ള മസാജസ് വളരെ എഫക്റ്റീവാണ്. രക്തയോട്ടം കൂടുകയും അതോടൊപ്പം സ്കിന്നിന്റെ സംരക്ഷണത്തിനും വളരെ നല്ലതാണ്. സ്കിൻ ഡിസീസസ് ഒന്നും വരത്തുമില്ല. ഒരു പ്രൊസീജിയറായി. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി തിരുമുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുണ്ട്, പലർക്കും അത് ശ്രദ്ധിക്കാറില്ല. ഉദ്വർത്തനം കഫകരം മേധസഹ പ്രവിലായനം സ്ഥിരീകരണ മങ്കാനം ത്വക് പ്രസാദകരം പരം എന്ന് അത് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടത്. ഈ ത്വക് പ്രസാദകരം പരം എന്ന് പറയുന്നുണ്ട്. ത്വക് പ്രസാദനത്തിന് നല്ലൊരു സംഭവമാണ് ഈ ഉദ്വർത്തനം. അത് ഓരോ സ്കിൻ ടൈപ്പിന് ഓരോ സംഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒരേ പൊടി ഉപയോഗിച്ച് ഉദ്വർത്തനം ചെയ്താൽ അത് കറക്റ്റ് ആവണം. ഈ ഉദ്വർത്തനമൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് പർപ്പസിൽ ഉപയോഗിക്കുന്നതാണ്, പക്ഷെ കോസ്മെറ്റിക് പർപ്പസിലും ഉദ്വർത്തനം ഉപയോഗിക്കാൻ പറ്റും.